ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ബൊഗൈൻ വില്ലയുടെ ഒരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാര്യങ്ങളെല്ലാം പറയുന്നത് ഒന്ന് വ്യക്തമായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഓഫർ സെയിലിൽ ഒരുപാട് പുതിയ വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ മാത്രമാണ് എല്ലാ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 100+ വെറൈറ്റീസ് നിലവിൽ ഓഫർ സെയിലിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ എല്ലാ വെറൈറ്റീസിൻ്റെയും കൂടി ഡീറ്റെയിൽസ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് നമ്മുടെ വീഡിയോ ഏകദേശം ഒരു 30 മിനിറ്റ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വരുമ്പോൾ നിങ്ങൾക്കും അതൊരു മുഷിച്ചിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വെറൈറ്റീസിൻ്റെയും കൂടി ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കാറ്റലോഗ് റെഡിയാക്കിയിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ആ വഴി നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ വെറൈറ്റീസാണ് വേണ്ടത് എന്നുള്ളതും ബാക്കി നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്ക് ഏത് ഡെലിവറി സർവീസാണ് വേണ്ടത് എന്നുള്ളതും കൂടിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ അഡ്രസ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് റിപ്ലൈ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഡെലിവറി സർവീസ് വരുന്നത് നമുക്ക് DTDCയും സ്പീഡ് പോസ്റ്റും അതുപോലെ പെറ്റ് സർവീസും പ്ലാൻ സർവീസിൻ്റെ ഹോം ഡെലിവറിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഹോം ഡെലിവറി ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ടീമിനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2 പേരുടെയും പങ്ക്ച്വൽ ആയിരുന്നില്ല കാര്യങ്ങൾ. അവരിവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ പ്രോപ്പറായിട്ട് വരുന്നില്ല. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഹോം ഡെലിവറി വേണ്ടാന്ന് വെച്ച് നിർത്തിയിട്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ടീം വന്നിട്ടുണ്ട്. അവർ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവരെ ഏൽപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഒരു ബോക്സിന് 400 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. വലിയ ചട്ടികളാണെങ്കിൽ 5 ചട്ടി വരെയും പോകും. അതുപോലെ ചെറിയ പ്ലാന്റുകൾ ഇപ്പം നമ്മൾ കൂടുതലും കവർ സൈസാണ് കാണിക്കുന്നത്. അതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം പ്ലാന്റുകൾ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൻ്റെയും കോളിൻ്റെയും കാര്യമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, ഒരുപാട് ക്ഷമയുള്ളവർ മാത്രമാണ് ഇവരുടെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും പ്ലാന്റ് സെയിൽ പോസ്റ്റ് ഇടുന്നതെല്ലാം തന്നെ എനിക്ക് പ്ലാൻസ് സെയിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാനോ മുഷിപ്പിക്കാനോ ഒന്നും യാതൊരുവിധ ഇൻറ്റൻഷനോ അങ്ങനെ ഒന്നുമില്ല. മാക്സിമം എല്ലാവരോടും നല്ല രീതിയിൽ നിന്നിട്ട് എൻ്റെ പ്ലാന്റുകൾ വിറ്റ് പോവുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് മോട്ടീവ്. കാര്യം നമ്മൾ അതുകൊണ്ടാണല്ലോ സെയിൽ പോസ്റ്റ് ഇടുന്നത് തന്നെ. പിന്നെ മാക്സിമം റേറ്റ് കുറച്ച് നിങ്ങളിലേക്ക് പ്ലാന്റ് കൊണ്ടുവരാനും ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് ഓഫർ സെയിലിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓഫർ സെയിലിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആസ് എ ഗാർഡനർ എനിക്കൊരു എനിക്കൊരു വലിയൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരല്ല 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് വിദേശത്തേക്ക് എങ്ങും പോവുകയാണോ എന്ന്. അങ്ങനെ എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. ചെടികളൊക്കെ വിറ്റ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പുതിയൊരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലെന്ന് വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്നതിനാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരുപാട് വലിയ രീതിയിലല്ലെങ്കിലും കുറച്ചുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമ്മളൊരു പ്ലെയിൻ ലാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞൊരു 2 ആഴ്ച ഇനിയും വരുന്ന ദിവസങ്ങളിൽ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ ഒരുപാട് ടയേർഡായിരുന്നു ഞാൻ. പകലെല്ലാം അതിൻ്റെ കാര്യങ്ങൾക്ക് പോകണം. പിന്നെ നമുക്ക് ഗാർഡനിൽ ഒരു പാക്കിംഗ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരാളെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഡെയിലി ഒരു 7 മണി വരെ, രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡേഴ്സ് ആണെങ്കിലും നമുക്ക് അത്രയും എടുക്കാൻ പറ്റുന്നത്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഫ്രീ ടൈം വളരെ കുറവായിരുന്നു. ഉള്ളൊരു ടൈമിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഓർഡേഴ്സ്
കിട്ടുന്ന നമുക്ക് പറ്റുന്നത് പോലെ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് മെസ്സേജുകൾ മിസ്സായി പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു. ആ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയും മെസ്സേജ് ഇട്ടവരുടെ പല മെസ്സേജും എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ പിന്നെ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് സ്റ്റാറ്റസും ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തവരെന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത മാക്സിമം ആളുകളുടെ അയച്ചിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 പേരുടെയും കൂടി പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ മൺഡേ തന്നെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് വ്യക്തമാക്കി തരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളെയും എനിക്ക് ആരെയും വ്യക്തിപരമായിട്ട് ആരും അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഞാൻ എവിടെ ഒരാൾ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ, നിങ്ങൾ ഇതുപോലെ പല പല സ്ഥലങ്ങളിലുള്ള ആളാണ്. എനിക്ക് ആരുമായിട്ടും വ്യക്തിപരമായിട്ട് യാതൊരുവിധ റിലേഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ആരോടും പ്രത്യേകിച്ച് ഒരു അടുപ്പമോ പ്രത്യേകിച്ച് ഒരു അകലമോ എനിക്ക് ആരോടും കാണിക്കേണ്ടതും കാര്യമില്ല. ആരുടെയും മനഃപൂർവ്വം ഒരു മെസ്സേജ് നോക്കാതിരിക്കുന്നതല്ല, സാഹചര്യങ്ങൾ മൂലം അങ്ങനെ വന്നു പോയതാണ്. ആർക്കെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിസ്ബിഹേവ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല, അറിയാത്ത രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സോറി ചോദിക്കുകയാണ് കേട്ടോ. എന്നോട് ദയവായി ക്ഷമിക്കുക. നമുക്കിത് എന്താ പറയുക, എൻ്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പതുക്കെ ആണെങ്കിലും അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ഞാൻ അത്രയും ആസ്വദിച്ച് കാണുന്ന ഒരാളാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ പ്ലാൻസ് എടുത്ത് തുടങ്ങിയിട്ട് ഇത്രയൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ഇനിയും ഇതുപോലുള്ള സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം എല്ലാം തന്നെ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടുതൽ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതും എല്ലാം തന്നെ ഞാൻ ആ ഗ്രൂപ്പ് വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക്, അത് നമ്മൾ ഇവിടെ പിടിപ്പിച്ചെടുക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിനി നമ്മൾ ബൊഗൈൻ വിലാസിൻ്റെ വീഡിയോ അടുത്ത ഒരു വളരെ പെട്ടെന്ന് പറ്റിയാൽ ചെയ്യുന്നതായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാക്സിമം വീഡിയോസ് നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യണമെന്നും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നോക്കാം. ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. 90 റുപ്പീസാണ് വരുന്നത് കേട്ടോ. 85 റുപ്പീസാണ് വരുന്നത്. അടുത്ത് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ചാണ്, അല്ലെങ്കിൽ സൺസെറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് 85 ആണ്. നമ്മൾ ലാസ്റ്റ് ഇത് 90ക്കാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ആദ്യം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും തന്നെ ഇപ്പോൾ കാണിച്ചു പോകുന്നൊരു 15ഓളം വെറൈറ്റീസ് 100 റുപ്പീസിൽ താഴെ വരുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ എല്ലാം കോംബോ റേറ്റും കൂടി ഞാൻ ഇതിൽ ഈ ഒരു ബാച്ച് പ്ലാന്റുകളുടെ ആഡ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കോംബോയിലാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാതെ സിംഗിളായിട്ട് നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റുകൾ മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് വരുന്നത് സുബ്ര വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ് കേട്ടോ. 80 റുപ്പീസാണ് ഈ സുബ്ര വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഹെവി ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ്. പെറ്റൽസിനൊക്കെ ഒരു പ്രത്യേക ഷേപ്പൊക്കെ വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. വൈറ്റ് വെറൈറ്റി ബൊഗൈൻ വില്ലാസിനൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയും കൂടിയാണ് സുബ്ര വൈറ്റ് കേട്ടോ. നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. അതൊരു ക്ലേയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആരും ഈ ക്ലേ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആ കവറ്, പുറത്തുള്ള ആ PP കവറ് ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പോട്ടിംഗ് മിക്സിലേക്ക് നട്ടാൽ മതി കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് ലേഡി മേരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. നമ്മളുടെ അടർണയുടെയൊക്കെ ഗോൾഡൻ അടർണ എന്നൊക്കെ പറഞ്ഞു വരില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു കളറാണ്, ആ ഒരു ഡിസൈനൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ലേഡി മേരി എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. യെല്ലോ കളറിലാണ്
ഈ ഒരു പ്ലാന്റ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണാം കേട്ടോ. നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു അടിയിലത്തെ കവർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ് പോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മേരി പാൽമർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സ്പ്ലാഷൊക്കെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. സ്പെഷ്യൽ മേരി പാൽമർ എന്നാണ് ഇതിൻ്റെ ID വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റിൻ്റെയും പ്രൈസ് 90 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്നത് തായ് റാണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. തായ് റാണിയുടെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഫ്ലവറാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് മജന്ത ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇതാ പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ ഫ്ലവറിൻ്റെ സൈസും കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ജാക്കിറീന റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ജാക്കിറീന റെഡ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും പ്രൈസ് 90 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം തന്നെ 90 റുപ്പീസാണ്. പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളത് വരുന്നത് ഞാൻ എടുത്തെടുത്ത് പറയാം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു എല്ലാം ആ ഒരു റേറ്റ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഓരോന്ന് എടുത്ത് പറയണ്ട എന്ന് കരുതി ചിലപ്പോൾ ഞാൻ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അടുത്തത് വരുന്നത് ജാക്കിറന ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അധികമൊന്നും എന്താ പറയുക, പെട്ടെന്ന് പൊഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് കേട്ടോ ഈ ജാക്കിറാന വെറൈറ്റീസിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഒരുപാട് പുതിയൊരു വെറൈറ്റി ആണെന്ന് പറയാനും പറ്റില്ല. നമ്മുടെ നാട്ടിൽ മുമ്പും ഉണ്ടായിരുന്നൊരു വെറൈറ്റി തന്നെയാണ് ജാക്കിറാന ഓറഞ്ചിൻ്റെ പ്ലാന്റ് കേട്ടോ. സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് വരുന്നത് $1,000,000 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മളുടെ മഹാറ വെറൈറ്റിയുടെയൊക്കെ തന്നെ ഒരു ഫാമിലിയിൽ വരുന്ന വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ നിറച്ച് കട്ടക്കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു വെറൈറ്റിയൊക്കെയാണ് നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് AC ബാഗ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് എന്നുള്ളത്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു കേട്ടോ. AC ബാഗ് എന്നാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത്. ഇത് ഏത് കളറാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്കിത് പുറത്തുനിന്ന് വന്ന പ്ലാന്റ് ആണ്. ഇതിലങ്ങനെ മാർക്ക് ചെയ്ത ആ ഒരു ID-യിലാണ് വന്നത്. പുതിയതായിട്ടൊരു ID കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് ജാക്കിറാന റെഡ് വെരിഗേറ്റഡ് ആണ് കേട്ടോ. ജാക്കിറാന റെഡ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകളാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലീഫിൽ അങ്ങനെ വെരിഗേഷൻസ് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. നല്ല വെയിലത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഈ വെരിഗേഷൻസ് കയറി ഈ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ വരുമോ, നന്നായിട്ട് പൂക്കൾ തരുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ജാക്കിറാന ഓറഞ്ച് കേട്ടോ. അടുത്തത് വരുന്നത് തിമ്മ പിങ്ക് ആണ് കേട്ടോ. തിമ്മ പിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കും വൈറ്റും ഷെയ്ഡിൻ്റെ ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ. കാര്യം ഒരു പുതിയ വെറൈറ്റി ഒന്നും അല്ല. ഒരുപാട് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കോമൺ ആയിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾ കളമശ്ശേരിയിൽ മെട്രോയുടെയൊക്കെ അടിയിൽ ഇത് നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇത് ഫ്ലവറായി നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ, നിറയെ പൂക്കളായിട്ട് ഇത് നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് വലിയൊരു ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് വരുന്നത് മീര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. മീര എന്നാണ് ഈ ഒരു ID വരുന്നത്. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ പെറ്റൽസിനൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ ലീഫിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് മീര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയും പ്രൈസ് 90 റുപ്പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത് മോഹൻ എന്നാണ് കേട്ടോ. മോഹൻ എന്ന് പറയുന്ന ഒരു ID-യിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ മീര പോലെ തന്നെ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡ്, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് മോഹൻ്റെ ഫ്ലവർ വരുന്നത്. പെറ്റൽസിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ എനിക്കിത് കൂടുതലായിട്ട് ഈ ഒരു വെറൈറ്റിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഇതെല്ലാം കുറച്ചൊക്കെ തന്നെ എനിക്ക് പുതിയതായിട്ട് അറിയാവുന്ന ഒരു വെറൈറ്റിയാണ്. കുറച്ച് വെറൈറ്റീസ് മാത്രമേ എനിക്ക് കൂടുതലായിട്ട് അറിയാമുള്ളൂ. അടുത്ത് വരുന്നത് ലേഡി ഹഡ്സൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ലീഫിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, നിറച്ചിങ്ങനെ പുറ്റുപോലെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്ലവറിൻ്റെ പിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതായി കാണുന്നതാണ്. ലേഡി ഹഡ്സൺ എന്നാണ് ഐഡി വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 90 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മളുടെ 90 റുപ്പീസ് സീരീസിൽ വന്നിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ നമ്മൾ 80 റുപ്പീസിൻ്റെയും 90 റുപ്പീസിൻ്റെയൊക്കെ ആയിട്ട് ടോട്ടൽ 16 പ്ലാന്റുകളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 16 പ്ലാന്റുകളുടെ ഒരു കോംബോയാണ് നമ്മളുടെ ഇതിലൊരു മെഗാ കോംബോ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 16 പ്ലാന്റുകളുടെയും കൂടിയിട്ട് കോംബോ റേറ്റ് ആയിട്ട് വരുന്ന കോംബോ റേറ്റ് എന്ന് പറയുന്നത് 1350 രൂപയാണ് കേട്ടോ. അപ്പോൾ 16 പ്ലാന്റുകൾ നിങ്ങൾക്ക് കോംബോ ഓഫറിൽ 1350 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 90 റുപ്പീസ് വരുന്ന ഏതെങ്കിലും 5 പ്ലാന്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 5 പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 380 രൂപ പ്ലസ് ഷിപ്പിങ്ങിനാണ് കേട്ടോ വരുന്നത്. അതായത് 380 രൂപ 380 റുപ്പീസിനാണ് നിങ്ങൾക്ക് 5 പ്ലാന്റുകളുടെ കോംബോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് പ്ലാന്റുകളും കൂടി കാണാം. അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി മാർക്കറ്റിൽ ഏകദേശം ഒരു 350-400 റേഞ്ചിൽ 500 അങ്ങനെയൊക്കെ റേഞ്ചിൽ വരുന്ന കുറച്ച് വെറൈറ്റി പ്ലാന്റുകളുടെ ഒരു സെയിൽ കുറച്ചും കൂടി വെറൈറ്റീസാണ് കേട്ടോ നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഹഗി വാൻസ് ആണ്. ഹഗി വാൻസിൻ്റെ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 180 രൂപ 180 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ്, പെറ്റൽസിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു യെല്ലോയിഷ് ഓറഞ്ചും പിങ്കും പീച്ചും ഷെയ്ഡ് കളർ കോമ്പിനേഷൻ വരുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് മൂൺലൈറ്റ് യെല്ലോയുടെ പ്ലാന്റ് ആണ്. മൂൺലൈറ്റ് യെല്ലോയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മിൽ നന്നായിട്ട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെയൊക്കെ ഒരു എന്താ പറയുക, അത്യാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിറച്ചും ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ നല്ല പൊടിപ്പൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കുന്ന സമയത്ത് ലീഫുകളൊക്കെ നന്നായിട്ട് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞ കളർ പൂക്കൾ കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ഈ ഒരു പ്ലാന്റ്. പ്രൈസ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ മലേഷ്യൻ ജയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മളുടെ ചാനലിൽ കൂടി തന്നെ നമ്മൾ ഈ മലേഷ്യൻ ജയ എന്ന് പറഞ്ഞ വെറൈറ്റി സെയിൽ ചെയ്തിട്ടുള്ളതാണ് മുമ്പ്. 950 രൂപ മുതൽ 1200 രൂപ വരെ റേഞ്ചിലായിരുന്നു അന്ന് നമുക്ക് പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അന്ന് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ജയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കവർ സൈസാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. പ്രൈസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. പ്രൈസ് പറയാത്ത വെറൈറ്റീസിൻ്റെയൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അടുത്ത് വരുന്നത് ഓറഞ്ച് ഗ്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഓറഞ്ച് ഗ്ലോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത്. അതുപോലെ തന്നെ ലീഫിനും ഒരു യെല്ലോയിഷ് കളറിലുള്ള വേരിഗേഷൻസ് വരുന്ന പ്ലാന്റ് ആണ്. അത് ഒരുപാട് പഴയ വെറൈറ്റി ഒന്നുമല്ല, അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് ഓറഞ്ച് ഗ്ലോ. ഇതിൻ്റെ പോട്ടഡ് പ്ലാന്റുകൾക്കൊക്കെ ഏകദേശം മാർക്കറ്റിൽ ഒരു 650-700 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ 3 സ്റ്റാറിൻ്റെ പ്ലാന്റാണ്. 3 സ്റ്റാറിൻ്റെ ഡിമാൻഡ് നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ നമുക്ക് പോട്ട് സൈസ് പ്ലാന്റുകളൊക്കെ നമ്മൾ 750-850 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോൾ കവർ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. 280 റുപ്പീസിനാണ് കേട്ടോ നമ്മൾ 3 സ്റ്റാറിൻ്റെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 3 സ്റ്റാറിൻ്റെ പ്ലാന്റുകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് 280 രൂപയ്ക്കാണ് കേട്ടോ. 380 റുപ്പീസിനാണ് 3 സ്റ്റാർ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ 7 സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്.
സെവൻ സ്റ്റാറിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അത്രയും കളേഴ്സ് അത് എടുത്ത് കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് സെവൻ സ്റ്റാർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകളിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകൾ കൂടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 350 രൂപയാണ് സെവൻ സ്റ്റാറിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയൊക്കെ നമുക്ക് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാത്തവർ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്കുള്ളൂ. അടുത്ത് വരുന്നത് സ്പ്ലാഷിൻ്റെ പ്ലാന്റാണ്. സ്പ്ലാഷിൻ്റെ ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ് വേൾഡിൻ്റെ ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നൊരു വെറൈറ്റിയാണ്. ചിലപ്പോൾ എന്താ പറയുക, മിസ് വേൾഡും സ്പ്ലാഷും തമ്മിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് വരാറുമുണ്ട് കേട്ടോ. ഒരേപോലെ തന്നെയാണ് ഫ്ലവേഴ്സ് വിരിയുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ചില പ്ലാന്റുകൾക്ക് ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടാവില്ല, ചിലതിന് ഇതുപോലെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് സിൽവർ ചിത്രയുടെ പ്ലാന്റാണ് കേട്ടോ. സിൽവർ ചിത്രയുടെ ഒരു ഭംഗിയൊക്കെ ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു ഓറഞ്ചിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് വരുന്നത്. ലീഫുകൾക്ക് നല്ലൊരു സിൽവർ ഷെയ്ഡാണ് വരുന്നത്. നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ഇങ്ങനെ ലീഫുകൾ ബുഷിയായിട്ട് നിൽക്കാത്ത പ്ലാന്റ് ആണെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു കവറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിന് വലിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 500 to 650 750 ഒക്കെ റേഞ്ചിലായിരുന്നു സെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് വരുന്നത് ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു ബ്ലൂബെറി ഐസിൻ്റെ 2 വേർഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് മുമ്പ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലും ഒരു 300 350 ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂബെറി ഐസിൻ്റെ ചൈനീസ് വെർഷനാണ്. ഇതാണ് ശരിക്കും ബ്ലൂബെറി ഐസിൻ്റെ ഒറിജിനൽ വേർഷൻ എന്നാണ് പറയുന്നത്. പേരിൽ ചൈനീസ് ഉണ്ടെങ്കിലും ആൾ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പെറ്റൽസിനും ഷേപ്പിലും കളറിലും വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. സാധാരണ വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി എഡ്ജസ് ഒക്കെ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരുന്ന പ്ലാന്റാണ്. അടുത്തത് വരുന്നത് മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മിസ് ഹോളണ്ട് എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷൻ്റെ കൂടെ തന്നെ ആ ഒരു പിങ്ക് കളറിൽ വൈറ്റ് കളർ സ്പോട്ടും കൂടി കയറി വരുന്നതുകൊണ്ടാണ് ഇതിനെ മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി വളരെ റെയറായിട്ടുള്ളൊരു ഐറ്റമാണ്. അധികം മാർക്കറ്റിൽ മിസ് ഹോളണ്ട് സ്പോട്ടഡ് അങ്ങനെ അവൈലബിളും അല്ല കേട്ടോ. നല്ല റേറ്റിൽ തന്നെയാണ് നമുക്ക് സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റൊക്കെ നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിൽവർ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റാണ്. സിൽവർ തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകളും ഫ്ലവറും എല്ലാം ഒരുപോലെയാണ്. ചെറിയ കുഞ്ഞു ഇലകളാണ് പ്ലാന്റിന് വരുന്നത് സിൽവർ കളറിൽ. അതുപോലെ തന്നെ വൈറ്റിൻ്റെയും ലൈറ്റ് പിങ്കിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരു 3 ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കാണാൻ പറ്റും. അത് വെയിലത്ത് ഇരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഭംഗി. നിങ്ങൾക്ക് തന്നെ നമുക്ക് ഗാർഡൻ്റെ അകത്ത് വെട്ടം കുറവാണ്. അപ്പോൾ വെട്ടടിക്കുന്ന ഭാഗത്ത് നിന്ന് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു ഷൈനിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമുക്കിത് നല്ല വെയിലിൽ വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ തായ് ഡിലൈറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് നമ്മുടെ യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ്. നമുക്ക് എന്താ പറയുക, തലക്കടിയായിരുന്നു എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 650 കൊണ്ടുവന്നപ്പോഴും 450 കൊണ്ടുവന്നപ്പോഴും എല്ലാം തന്നെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആയിരുന്നു. എന്നാൽ ഒരുപാട് സൈസുള്ള പ്ലാന്റുകളായിരുന്നില്ല അന്നും. ഈ ഒരു സൈസൊക്കെ തന്നെയുള്ള പ്ലാന്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓഫറിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അന്ന് ആ 450 ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റാതിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യാം കേട്ടോ. നല്ല റേറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ റെഡ് വണ്ടറിൻ്റെ പ്ലാന്റാണ്. ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറിൻ്റെയും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൻ്റെയും കൂടിയിട്ടൊരു കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. അത് ആ വെയിൽ കൊള്ളുന്നതനുസരിച്ചിട്ട് ആ യെല്ലോയിഷ് ഗ്രീൻ കളർ ശരിക്കും ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറി വരും കേട്ടോ. അതിലേക്കൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ പൂക്കളും കൂടി വരുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. അത് വെയിൽ കൊള്ളുന്നതാണ് ആ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും മെയിനായിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു കളേഴ്സ് മാറുമ്പോഴത്തേക്കും വരുന്നൊരു അട്രാക്ഷൻ എന്ന്
പറയുന്നത് വെയിലത്ത് ഇരിക്കുമ്പോഴത്തേക്കും തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയുന്നൊരു പ്ലാന്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ബൈ ഐറ്റം എന്ന് തന്നെ പറയാം കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ വീര ഡീപ്പ് പർപ്പിളിൻ്റെ ഒരു പ്ലാന്റാണ്. അതായത് നമ്മളുടെ ഒരു 21 ജുവൽ വെറൈറ്റീസിൻ്റെയൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക മോഡിഫൈഡ് വേർഷൻ എന്നും പറയാം. അതുപോലെ തന്നെ ഫോക്സ് ടെയിൽ വെറൈറ്റീസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പിൻഗാമികളെന്നും പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ വീര ഡീപ്പ് പർപ്പിൾ അല്ലെങ്കിൽ വീര വെറൈറ്റീസ് എല്ലാം തന്നെ കേട്ടോ. ഓരോ ബ്രാഞ്ചിൻ്റെ എഡ്ജസിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ കളറ് ഒരു രക്ഷയില്ലാത്ത കളറുമാണ്. ഫ്ലവറിങ് കപ്പാസിറ്റി അസാധ്യമാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ടോങ്ലോങ്ങിൻ്റെ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീസണും കാര്യങ്ങളൊന്നും വേണ്ടാതെ തന്നെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ടോങ്ലോങ് വെറൈറ്റീസ് എല്ലാം തന്നെ. അപ്പോൾ അതിൽ തന്നെ ഈ ഓറഞ്ച് ടോങ്ലോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും നല്ല ബ്ലൂമറാണ് കേട്ടോ. ടോങ്ലോങ് വെറൈറ്റീസിൽ വെച്ച് തന്നെ ഏറ്റവും നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ടോങ്ലോങ് ഓറഞ്ച്. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ റേറ്റിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വാട്സപ്പ് കാറ്റലോഗിൽ കൂടെ ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് വരുന്നത് നമ്മളുടെ ഈ ഒരു പുതിയൊരു ഐറ്റമാണ് സിൽവർ ബ്ലൂ മൂൺ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ID വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ തന്നെ ഒരു കുറച്ചും കൂടി ഒരു ബ്ലൂ വെർഷൻ വരുന്ന ടൈപ്പിലുള്ളൊരു പിങ്ക് ആണ്, ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ ഒരു ലീഫൊക്കെ ഒരു സിൽവർ ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ പെറ്റൽസിനാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പാണ് വരുന്നത്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്, നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അധികം ഒന്നും കോമൺ ആയിട്ട് എവിടെയും കാണാത്തൊരു ഐറ്റം കൂടിയാണ്. അടുത്തത് വരുന്നത് ഫ്യൂഷ്യ ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റാണ്. ഫ്യൂഷ്യ ബട്ടർഫ്ലൈയുടെ ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ വെറൈറ്റീസിൽ തന്നെ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റൊക്കെ ഒരു 2-3 ഇയേഴ്സ് മുമ്പൊക്കെ ഭയങ്കര ഹിറ്റായി വന്നിട്ടുള്ള പ്ലാന്റുകളായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു പ്ലാന്റാണ് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പുതിയ ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഹൈബ്രിഡാണ് സെൻഡായി വൈറ്റിൻ്റെ പ്ലാന്റുകൾ നമുക്ക് അധികം കോമൺ ആയിട്ട് എവിടെയും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഇനി നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ അധികം ഇപ്പോൾ കാണുന്നത് പോലെ നമുക്ക് കാണണമെങ്കിൽ ഇനി 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കാര്യം അത്രയും ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ബൊഗെയിൻവില്ലാസ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്തൊരു സീസണിലേക്കൊക്കെ ഇത് ഒരുപാട് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടേഴ്സിന് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തി പുതിയ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു വെറൈറ്റിയാണ്. അതും ഈ ഒരു വെറൈറ്റിയൊക്കെ ഇപ്പോൾ ഗ്രാഫ്റ്റഡ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സെൻഡായി വൈറ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് അബ്രഹാം കൗർ അല്ലെങ്കിൽ യെല്ലോ ഡോൾഫിൻ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ ഒരു വെറൈറ്റി ഇതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതെല്ലാം തന്നെ നമ്മൾ നല്ല അത്യാവശ്യം 1000 എബോയ്ക്ക് നമുക്കിപ്പോൾ മാർക്കറ്റിൽ സെയിൽ നടക്കുന്ന പ്ലാന്റാണ്. എന്നാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഗാർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് റേറ്റൊക്കെ കുറച്ച് ഓഫറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ തന്നെ 850ക്കാണ് കേട്ടോ. അബ്രഹാം കൗർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സെൻഡായി വൈറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നത് 850 റുപ്പീസിന് തന്നെയാണ്. കാര്യം നമുക്ക് എല്ലാം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ വേരിഗേഷൻസ് ഒക്കെ തന്നെയാണ്. അത് പല തരത്തിലുള്ള വേരിഗേഷനാണ് ഈ ഒരു യെല്ലോ ഡോൾഫിൻ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റം എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാസ് ജോയ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ ID വരുന്നത്. ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു മനസ്സിലെപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിങ് കാണുമ്പോൾ നമ്മൾ ഈ ജപ്പാനിലും ചൈനീസ് വീഡിയോസിലൊക്കെ കാണുന്ന ഈ ചെറി ബ്ലോസംസ് പോലെയാണ് എനിക്കിത് അതിനോട് സിമിലർ ആയിട്ടാണ് നമുക്കിതിൻ്റെ ഫ്ലവറിങ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് വളർത്തി നന്നായി പ്രൂണൊക്കെ ചെയ്തൊരു ചെറിയൊരു ട്രീ ഷേപ്പിലൊക്കെ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നമുക്ക് നമ്മളുടെ വീട്ടിലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ അഡാസ് ജോയ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധകരുള്ളൊരു പ്ലാന്റാണ് ക്രിസ്റ്റീന. അപ്പോൾ ക്രിസ്റ്റീനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
പിങ്ക് ഷെയ്ഡിലൊരു ക്രീം അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്കൊക്കെ കളർ വേരിയേഷൻസ് കയറി വരുന്നത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ നല്ല ബ്ലൂമിങ് നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു പ്ലാന്റാണ് കേട്ടോ ക്രിസ്റ്റീന. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾക്കും ഇങ്ങനെ ഒരു വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ വേരിയേഷൻസ് വരാത്ത പ്ലാന്റുകൾ ഉണ്ടാവും കേട്ടോ ക്രിസ്റ്റീനയിൽ. അങ്ങനെ വേരിയേഷൻസ് വരാത്ത പ്ലാന്റുകളിലാണ് നമുക്ക് പ്ലെയിൻ പിങ്ക് കളറിലാണ് കേട്ടോ ഫ്ലവേഴ്സ് വിരിയാറുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വേരിയേഷൻസ് ഉള്ള പ്ലാന്റാണ്. എനിക്ക് ആദ്യത്തിലൊന്നും അത് അറിയില്ലായിരുന്നു. അറിയാതെ നമ്മൾ പ്ലെയിൻ പ്ലാന്റുകളും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലവർ വിരിയുമ്പോഴാണ് നമുക്കിത് അറിയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സംഭവം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റീനയുടെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റാണ്. ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവിൻ്റെ കാലുകൾ പോലെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇതിന് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും ഇങ്ങനെ വൈറ്റ് ഫ്ലവേഴ്സിൽ എഡ്ജിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് തൂത്തതുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഡക്ക് ഫീറ്റ് ലിപ്സ്റ്റിക്ക് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയും ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് ഇനിയും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തമാക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അഡർണ. അഡർണയുടെ ഓൺ റൂട്ട് പ്ലാന്റുകളാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ അഡർണയുടെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല, എന്നാലും തന്നെയും ചെറിയ സൈസിലുള്ള പ്ലാന്റുകളാണെങ്കിലും നിറച്ച് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. 750 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള അഡർണയുടെ പ്ലാന്റ് സെയിലാക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ടൈഗർ സക്കുറ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിലും ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഇങ്ങനെ ടൈഗറിൻ്റെ പോലത്തെ ഒരു വെരിഗേഷൻസ് ഒക്കെയാണ് വരുന്നത്. നോർമൽ സക്കുറയുടെ വെരിഗേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു വെരിഗേഷൻ വരുന്നത്. ഇതിന് മാജിക് സക്കുറ എന്നും ടൈഗർ സക്കുറ എന്നും പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ 900 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ മഷൂരിയുടെ പ്ലാന്റാണ്. യെല്ലോ മഷൂരിയും ഒരു റയർ വെറൈറ്റി തന്നെയാണ്. ഒരുപാട് കോമൺ അല്ലാത്ത വെറൈറ്റിയാണ്. ഒരുപാട് സൈസുള്ള പ്ലാന്റും കൂടി അല്ലാട്ടോ യെല്ലോ മഷൂരി വരുന്നത്. യെല്ലോ മഷൂരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 600 റുപ്പീസാണ് യെല്ലോ മഷൂരിയുടെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഇനി യെല്ലോ മഷൂരി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ ഇതുണ്ടോ ലീഫിന് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ വേരിഗേഷൻ വരുന്ന അരേലിയയുടെ ഒരു ബുഷ് പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ വീടുകളിൽ ബോർഡർ ലൈൻ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഒരു അതുപോലെയൊക്കെ സിമിലാരിറ്റീസ് തോന്നുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കാണാനായിട്ട് കേട്ടോ. നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് യെല്ലോ മഷൂരി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വീഡിയോയിൽ എടുത്തെടുത്ത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും നോക്കി നിങ്ങളുടെ എല്ലാ പരാതികളും പരിഹരിച്ച് പോകാനായിട്ട് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക കേട്ടോ. താങ്ക്